ഓക്കെ. ഇസ്തിആദ നടത്തുക എന്നുള്ളത്, ഇസ്തിആദയുടെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് അള്ളാഹുവിനോട് ശരണം തേടി, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അവനിൽ അഭയം തേടിയിട്ടാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ആരംഭിക്കേണ്ടത്. അത് എവിടെ നിന്നാണെങ്കിലും. ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇസ് ബില്ലാഹി, വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ച കാര്യമാണ്. എന്താണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ? അതിന്റെ വിശാലമായ അർത്ഥം, അറബിയിൽ അഊദു, ആദ എന്നൊരു പദം, അത് അതിന്റെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു പദം പ്രയോഗിക്കുക, സിമ്പിളായി പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ, ഒരു ചെറിയ കുട്ടി എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അഭയമായി കാണുന്ന ആ കുട്ടിയുടെ മാതാപിതാക്കളിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് ഒരു പേടിച്ചരണ്ട ആ കുട്ടി രക്ഷ തേടാൻ വേണ്ടി ആ കുട്ടി ഉമ്മാനെ പോയി കെട്ടിപ്പിടിക്കുമല്ലോ, അല്ലെങ്കിൽ ഉപ്പയെ പോയി കെട്ടിപ്പിടിക്കുന്ന ആ ഒരു പ്രവൃത്തി, അതിന് ആദ എന്ന് പറയും അറബിയിൽ. ഇതുപോലെ ശൈഉൻ അദീം യൗമ തറൗനഹാ തസ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ഇൻഷാ അല്ലാഹ് 2 ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹ അല്ല യാ എന്നതൊക്കെ അറബിയിൽ ഹർഫുൻ നിദാ എന്നാ പറയാ. നിദാഇന് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുകൾ, പ്രയോഗങ്ങളാണിത്. യാ എന്നത്, യാ, അയാ, ഹയ എന്നൊക്കെയുള്ള വ്യത്യസ്ത പ്രയോഗങ്ങൾ ഈ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ദൂരത്തുള്ള ആളെ, അടുത്തുള്ള ആളെ വിളിക്കാനൊക്കെ ഇങ്ങനെ വ്യത്യസ്ത പ്രയോഗങ്ങൾ നമുക്ക് അറബി ഭാഷയിൽ കാണാൻ കഴിയും. അതിൽ പെട്ടൊരു പ്രയോഗമാണ് യാ എന്നുള്ളത്. യാ, യാ അയ്യുഹ, അല്ലയോ എന്നതാണ് അതിന്റെ അർത്ഥം. അന്നാസ്, മനുഷ്യർ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലെങ്കിൽ ഹേ മനുഷ്യരെ എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹന്നാസ് കൊണ്ട് തുടങ്ങിയ 2 സൂറത്തുകളാണ് ഉള്ളത്. 2 സൂറത്തുകൾ. ഒന്നേതാണ്? നമ്മളിപ്പോൾ പഠിക്കുന്ന സൂറത്തുൽ ഹജ്ജ്. അത് യാ അയ്യുഹന്നാസ് കൊണ്ട് ആരംഭിച്ച സൂറത്താണ്. മറ്റൊരു സൂറത്ത് ഏതാണ്? ആരാണ് പറയുക? സൂറത്തുൻ നിസാ. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് എന്ന് തുടങ്ങുന്ന പ്രയോഗം കൊണ്ടാണ് ആ സൂറത്തുൻ നിസാഉം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ എന്ന ആയത്താണ് സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഹജ്ജിലും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൂറത്തുൻ നിസാ എത്രാമത്തെ അധ്യായമാണ്? 4-ാമത്തെ അധ്യായമാണ്. അഥവാ വിശുദ്ധ ഖുർആൻ അതിന്റെ ആദ്യ പകുതി എടുത്തു കഴിഞ്ഞാൽ അതിലെ 4-ാമത്തെ അധ്യായമാണ് സൂറത്തുൻ നിസാ. ആ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാ അള്ളാഹു തുടങ്ങിയത് യാ അയ്യുഹന്നാസ് കൊണ്ടാണ്. വിശുദ്ധ ഖുർആന് 2-ാമത്തെ പകുതി, ആ 2-ാമത്തെ പകുതി എടുത്തു കഴിഞ്ഞാൽ അതിലെ 4-ാമത്തെ സൂറത്ത്, 2-ാമത്തെ പകുതി ആരംഭിച്ച് 4-ാമത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഹജ്ജാണ്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയതാണ് യാ അയ്യുഹന്നാസ് എന്ന പ്രയോഗം കൊണ്ടാണ്. ഇപ്പൊ ഖുർആനിലെ ഓർഡർ അത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ സൂറത്തും അല്ല ഓരോ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുമ്പോൾ, ജിബ്രീലിലൂടെ അവതരിപ്പിക്കുമ്പോൾ അതെല്ലാം അത് ഏത് സൂറത്തിലാണ്, എത്രാമത്തെ ഭാഗമാണ്, എവിടെയാണ് എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്രകാരം ചെയ്തതോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനുശേഷമൊക്കെ ജംഇ ചെയ്തപ്പോൾ, ഒരുമിച്ച് കൂട്ടിയപ്പോൾ അവര് സ്വഹാബത്ത് ചെയ്തതോ ഒന്നുമല്ല. മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്തതാണ് വിശുദ്ധ ഖുർആനിന്റെ തർത്തീബ്, ഓർഡർ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു അത്ഭുതമാണത്. ആദ്യ പകുതിയിലെ 4ാമത്തെ സൂറത്തായ സൂറത്തുൻ നിസാ ആരംഭിക്കുന്നത് യാ അയ്യുഹന്നാസ് ഇന്ന യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. 2ാമത്തെ പകുതിയിൽ അള്ളാഹു പറഞ്ഞു യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത്ത സ്സാഅത്തി ശൈഉൻ അസീം, നിശ്ചയായും ആ അന്ത്യനാളിലെ ആ ഒരു പ്രകമ്പനം, പരലോക നാളിലെ അല്ലെ ഖിയാമത്തിലെ ആ ഒരു ഭയങ്കര സംഭവം ഇൻഷാല്ലാഹ് വിശദീകരിക്കും നമ്മൾ. അത് വലിയ ഒരു സംഭവമാണ് എന്ന അർത്ഥത്തിൽ ആ ഖിയാമത്തിനെ കുറിച്ച് അള്ളാഹു പറയാണ്, അഥവാ മടക്കത്തെ കുറിച്ച്. നിസായിൽ തുടക്കത്തെക്കുറിച്ചും മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെക്കുറിച്ചും അള്ളാഹു ആണ് ഖാലിഖ് എന്നും അതുകൊണ്ട് അള്ളാഹിനെ സൂക്ഷിക്കണമെന്നും, 2ാമത്തെ പകുതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നിങ്ങൾ മടക്കപ്പെടേണ്ടവരാണ്, അങ്ങനൊരു മടക്കം നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണമെന്നും അള്ളാഹു പറയാണ്. അൽ മബ്ദഉ വൽ മആദ്, നമ്മുടെ സൃഷ്ടിപ്പും അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനവും, രണ്ടിനെയും മുൻനിർത്തി അള്ളാഹു അവനെ സൂക്ഷിക്കുവാൻ വേണ്ടി, അവനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കാണ്. ഇത് സാന്ദർഭികമായി സൂചിപ്പിച്ച ഒരു 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 പോയിന്റ് മാത്രമാണ്. അപ്പോ ഏതാണ് ഖുർആനിലെ ഈ രൂപത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണം. അതിൽ ഓരോ ആയത്തുകളും ബന്ധമുണ്ട്, ഓരോ സൂറത്തുകളും തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധം നമുക്ക് മനസ്സിലാവുക വിശുദ്ധ ഖുർആനുമായി കൊണ്ട് നമ്മൾ എത്ര കണ്ട് അടുക്കുന്നു, അതുമായി നമ്മൾ എത്ര കണ്ട് ബന്ധം പുലർത്തുന്നു, അതിലൂടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾ തമ്മിലുള്ള ബന്ധവും സുബ്ഹാനല്ലാഹ്, അതൊക്കെ വലിയ, നമുക്ക് വിശുദ്ധ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. സൂറത്തുൽ ഫാത്തിഹ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ ഹിദായത്തിലാക്കണേ. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, വഴിപിഴച്ചവരായ, അള്ളാഹുവിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലും അല്ല, വഴിപിഴച്ചവരായവരുടെ മാർഗത്തിലും അല്ല. ഈ കോപത്തിനിരയായവരുടെ മാർഗം അത് ആരെക്കുറിച്ചാണ്? ജൂതന്മാരെ കുറിച്ചാണ്. വഴിപിഴച്ചവർ ളാലീങ്ങൾ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? നസാറാക്കളെ കുറിച്ചാണ്, ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഫസ്റ്റ് വന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറയിലെ പ്രഥമ അല്ലെങ്കിൽ അതിലെ പ്രധാന അഭിസംബോധകരാരാണ്? ജൂതന്മാരാണ്. ആദ്യം ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞ ടീമാണ്. ബഖറയ്ക്ക് ശേഷമുള്ള സൂറത്ത് ആലി ഇമ്രാൻ. ആലി ഇമ്രാനിൽ വലദ്ദാല്ലീൻ എന്ന് അല്ലാഹു പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികൾ. അവരെ കുറിച്ചുള്ള, അവരുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളും അവരോടുള്ള സംസാരങ്ങളും അഭിസംബോധനകളൊക്കെയാണ് സൂറത്ത് ആലി ഇമ്രാനിൽ കൂടുതലായിട്ടുള്ളത്. ഇങ്ങനെ പല നിലക്കും വിശുദ്ധ ഖുർആൻ ബന്ധപ്പെട്ട് കിടക്കാണ്. അതിലേക്കൊക്കെ നമുക്കത് മനസ്സിലാവുകയും അങ്ങനെ അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഖുർആനുമായ ബന്ധം ഊഷ്മളമാകുമ്പോഴാണ് ആ രൂപത്തിലുള്ള അറിവുകളൊക്കെ നമുക്ക് കിട്ടുക. അപ്പൊ അള്ളാഹുവിന്റെ കലാമ് പഠിച്ചാൽ അത് നമുക്ക് മതി വരൂല. അള്ളാഹുവിന്റെ കലാമ് അല്ലെ, അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ വിഖ്യാതമായ തഫ്സീറാണ് തഫ്സീർ സഅദി എന്ന പേരിൽ അറിയപ്പെടുന്ന തൈസീറു കലാമിൽ മന്നാൻ ഫി തഫ്സീരി കലാമിർ റഹ്മാൻ എന്ന തഫ്സീർ സഅദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം അദ്ദേഹം ആ തഫ്സീർ രചിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഒരു വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം രണ്ടാമത് കൂടെ അദ്ദേഹം എഴുതി. ഇതാണ് വീണ്ടും അള്ളാഹുവിന്റെ കലാം വായിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് അതിലൂടെ ലഭിക്കാണ്. അത് അറ്റമില്ലാത്ത ഇൽമുകളുടെ ലോകമാണ് വിശുദ്ധ ഖുർആൻ എന്നത്.
അപ്പോൾ അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ നുകരാൻ, ആസ്വദിക്കാൻ നമുക്കെല്ലാം നമ്മുടെ റൂഹ് പിരിയുന്നതിന് മുമ്പായിക്കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഹേ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത്തഖൂ, തഖ്വ അല്ലെ, തഖ്വ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക, സൂക്ഷിക്കുക. മഹാനായ ത്വൽഖ് ഇബ്നു ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി തഖ്വ എന്നാൽ എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, തഖ്വ എന്ന് പറഞ്ഞാൽ അൻ തഅമല ബിത്വാഅത്തില്ലാഹ്. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൻ തഅമല ബിത്വാഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ്. അള്ളാഹു കൽപ്പിച്ച കാര്യം, പ്രമാണങ്ങളിലൂടെ അള്ളാഹു കൽപ്പിച്ച കാര്യം, അള്ളാഹുവിന്റെ ആ ഒരു പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ, അള്ളാഹു അവതരിപ്പിച്ച ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ അള്ളാഹിനെ അനുസരിക്കുക, അഥവാ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചത് അതനുസരിക്കുക. വഅൻ തത്റുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് മഖാഫത ഇഖാബില്ലാഹ്. അള്ളാഹിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു പ്രമാണമായി അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക. അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുക. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് ഒഴിവാക്കുക. ഇതാണെന്ത് തഖ്വ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഈ രൂപത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളോട് എന്താണോ കൽപ്പിച്ചത് അത് പ്രവർത്തിക്കുക, അവൻ വിലക്കിയത് എന്താണോ അത് പാടെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അങ്ങനെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, ഭയപ്പെടണം, റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിന്. റബ്ബ് എന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നാമാണ്. റബ്ബ് എന്ന നാമത്തിന് പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? റബ്ബ് എന്ന നാമം അള്ളാഹുവിന്റെ റുബൂബിയത്തിന്, അള്ളാഹുവിന്റെ എല്ലാ അഫ്ആലുകളെയും അറിയിക്കുന്ന നാമം, അള്ളാഹുവിന്റെ പ്രവൃത്തികളെ അറിയിക്കുന്ന നാമാണ്. അള്ളാഹുവിന്റെ എല്ലാ പ്രവൃത്തികളെയും, റിസ്ഖ് നൽകുക, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, അതുപോലെ അള്ളാഹു ചിലരെ ഉയർത്തും, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രവൃത്തികൾ ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ അതെല്ലാം അറിയിക്കുന്ന അവന്റെ റുബൂബിയത്തിനെ അറിയിക്കുന്ന ഒരു വലിയ നാമമാണ് അർ റബ്ബ് എന്ന അള്ളാഹുവിന്റെ നാമം. അതാണ് റബ്ബക്കും. ആ കും എന്നത് നിങ്ങൾ എന്ന അർത്ഥത്തിൽ ഒരു സർവനാമമാണ്, ദമീർ എന്ന അറബിയിൽ പറയാം. അപ്പോ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കുക. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക, തഖ്വ ചെയ്ത് ജീവിക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ്, ആ തഖ്വക്ക് നമ്മെ പ്രേരകമാകുന്ന അല്ലെങ്കിൽ പ്രേരകമാകേണ്ടുന്ന ഒരു കാര്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല, എന്തിന് നമ്മൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കണം? കാരണം ഇന്ന സൽസലത്തസ്സാഅതി ഷൈഉൻ അദീം, നിശ്ചയമായും, തീർച്ചയായും. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്ന് പറയാൻ വേണ്ടി ഹർഫു തൗക്കീദ് എന്നാണ് അറബിയിൽ പറയാ, അഥവാ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി അവിടെ കൊണ്ടുവരുന്ന ഒരു പ്രയോഗമാണത്. ഇന്ന, തീർച്ചയായും, നിശ്ചയമായും. സൽസല, സൽസലത്ത് എന്ന് പറഞ്ഞാൽ കുലുക്കം അല്ലെങ്കിൽ പ്രകമ്പനം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളിലെ പ്രകമ്പനമാണ്. ഇന്ന സൽസലത്തസ്സാഅതി, അന്ത്യനാളിലെ ആ പ്രകമ്പനം, ഷൈഉൻ അദീം, അതൊരു വമ്പിച്ച കാര്യമാണ്, വമ്പിച്ച കാര്യമാണ്. അപ്പോ അതിനെ മുൻനിർത്തി അള്ളാഹു പറയാണ്, ആ ദിവസം അത് വരാനുണ്ട്, അത് സത്യമാണ്, ഹക്കാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ നമ്മൾ ഖേദിക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ മനുഷ്യരെ എന്ന് അള്ളാഹു പഠിപ്പിക്കാണ്. ഇവിടെ സൽസല വിശുദ്ധ ഖുർആനിൽ അല്ലെ, ആ അന്ത്യനാളിന്റെ
അവസ്ഥകൾ പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞ ഒരു വിശേഷനാണ് സൽസലത്ത്. ഭൂമി അങ്ങോട്ട് വറക്കും, ഈ പ്രപഞ്ചം മൊത്തം, അല്ലെ? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി അതിന്റെ ആ ഒരു പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടു കഴിഞ്ഞാൽ, വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, അതിന്റെ ഭാരങ്ങളെല്ലാം അത് പുറത്തേക്കിടും. വഖാലൽ ഇൻസാനു മാലഹ, അന്ന് മനുഷ്യർ ചോദിക്കും എന്തു പറ്റി ഭൂമിക്ക്? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അന്നേ ദിവസം അത് അതിന്റെ വർത്താനങ്ങളൊക്കെ പറയും. അതിന്റെ മുകളിൽ കൂടെ നമ്മൾ ചെയ്തതും നമ്മൾ നടന്നതും പോയതും ആരാരും കാണാതെ നമ്മൾ ചെയ്തു കൂട്ടിയതും ഒക്കെ അതൊന്ന് വിളിച്ചു പറയും. ബിഅന്ന റബ്ബക ഔഹാലഹ, അതിന്റെ റബ്ബ് അതിന് വഹീ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് അള്ളാഹു അതിന്റെ ആ ഒരു ഭയാനകത അള്ളാഹു വിശദീകരിക്കാണ്. ഇപ്പൊ സൽസലത്ത് അന്ത്യനാളിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണത്. ഒരു വല്ലാത്തൊരു പ്രകമ്പനം കൊള്ളും. അപ്പോ സംഭവിക്കുക എന്താണ്? സൂറത്തുൽ ഖാരിഅയിൽ അള്ളാഹു പറഞ്ഞു, അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്, ചിന്നിച്ചിതറപ്പെട്ട പാറ്റകളെ പോലെ മനുഷ്യരെന്ത് ചെയ്യും? ആക്കപ്പെടുന്ന ഒരു ദിവസമാണ്. വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്, കടയപ്പെട്ട രോമങ്ങൾ പോലെ ഈ പർവ്വതങ്ങളൊക്കെ ആയിപ്പോകും. അഥവാ അതിന്റെ ആ ഒരു ഭയാനകത നിമിത്തം ആ ഘോര ശബ്ദം ഉണ്ടാകുമ്പോൾ പർവ്വതങ്ങളുടെയൊക്കെ ആ കനവും ആ കട്ടിയൊക്കെ പോകും, അതിന്റെയൊക്കെ വെയിറ്റ് ഒക്കെ കണ്ട് ഇല്ലാണ്ടായി പോകും. അത് കടയപ്പെട്ട രോമങ്ങൾ പോലെ ഇങ്ങനെ പാറി നടക്കും അന്തരീക്ഷത്തിൽ. അത്രയേറെ ഭയാനകമായ ഒരു സമയമാണ് അന്ത്യനാളിന്റെ ആ സംഭവം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇന്ന സൽസല, തീർച്ചയായും ആ കിലുക്കുണ്ടല്ലോ, ആ പ്രകമ്പനം ഉണ്ടല്ലോ, അസ്സാഅ എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ, അന്ത്യസമയത്തിന്റെ, പരലോകത്തിന്റെ വ്യത്യസ്ത പേരുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? ഏകദേശം 10-25ഓളം പേരുകൾ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അന്ത്യനാളിന്റെ വ്യത്യസ്ത അവസ്ഥകളെ അറിയിക്കുന്ന നാമങ്ങൾ. അതിലെ ഓരോ അവസ്ഥകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാമങ്ങളായിട്ട് നമ്മളെ പഠിപ്പിച്ചു. അതൊക്കെ എന്തിനാ പഠിപ്പിച്ചത്? ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ വരാനുണ്ട്, അതിനെ നമ്മൾ ഭയപ്പെടുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു അത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്ന ചില നാമങ്ങളൊക്കെ ഒന്ന് പറയും. ഇൻഷാ അല്ലാഹ് ഒരു 5 നാമങ്ങൾ ഞാൻ പറഞ്ഞു, അതിനർത്ഥവും പറയും. 5 നാമങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കണ്ടെത്തി എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾക്കറിയാവുന്ന ചില നാമങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞോളി. ഖിയാമത്തിന്റെ വ്യത്യസ്ത നാമങ്ങളിൽപ്പെട്ട ചില നാമങ്ങൾ. മൈക്ക് എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഇപ്പോ ഈ ആയത്തിലുണ്ട് അസ്സാഅത്ത് എന്നുള്ളത് അന്ത്യനാളിന്റെ ഒരു പേരാണ്. യൗമുൽ ഖിയാമ, യൗമുൽ ഖിയാമ, യൗമുദ്ദീൻ, പ്രതിഫല നാളിന്, അല്ലെ, ദിവസം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. യൗമുൽ ഖിയാമയുടെ അർത്ഥം എന്താ? ഖിയാമത്തിന്റെ അർത്ഥം എന്താ? എന്താ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ? ഖിയാമത്തിന്റെ അർത്ഥം എന്താണ്? അല്ല, അന്ത്യനാളെന്നല്ല, യൗമുൽ ആഖിറാണ്. അന്ത്യനാൾ, അവസാന നാൾ, അഥവാ അന്നന്നാസ യഖൂമൂന മിൻ ഖുബൂരിഹിം എന്നാണ്. ജനങ്ങളൊക്കെ അവരുടെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ പേര് വന്നത്, ഖിയാമത്ത്, ഖാമ എന്നതിനാണ് വന്നത്. യൗമുൽ ഖിയാമ, പിന്നെ യൗമുദ്ദീൻ, പിന്നെ ഏതൊക്കെയാണ് പറഞ്ഞോളി? ജനങ്ങളൊക്കെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം. ഓക്കെ, പിന്നെ ആയിക്കോട്ടെ. ഇപ്പൊ യൗമുൽ ഖിയാമ അർത്ഥം പറഞ്ഞു അതിന്റെ. യൗമുൽ ആഖിർ, യൗമുൽ ആഖിറാണ് അന്ത്യനാൾ, അല്ലെ, അവസാനത്തെ നാൾ എന്നാണ്. പിന്നെ യൗമുൽ ആസിഫ, യൗമുൽ ആസിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. ആസന്നമായ
ആ ഒരു വലിയ സംഭവത്തിന്റെ ദിവസം. വഅൻദിർഹും യൗമൽ ആസിഫ, ആ ആസന്നമായ ആ ദിവസത്തെക്കുറിച്ച് നബിയെ നീ അവർക്ക് താക്കീത് ചെയ്യുക. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ മാ ലിസ്സാലിമീന മിൻ ഹമീമിൻ വലാ ഷഫീഇൻ യുതാ. അന്നേരം ഭയത്താൽ കൽബൊക്കെ എവിടെത്തും? തൊണ്ടക്കുഴിയിലെത്തും. പേടിച്ചറിണ്ട് കൽബ് തൊണ്ടക്കുഴിയിലെത്തുക. അത്രയേറെ ഭയപ്പാടിന്റെ ദിവസം എന്നാണ് അള്ളാഹു ഒരു പേര് പറഞ്ഞത്. മറ്റൊരു പേര് യൗമുൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം. എഴുതി വെക്കണ്ടല്ലോ അല്ലെ? യൗമുൽ ബഅസ്, യൗമുൽ ബഅസ് ബഅസ അല്ലെ? സൂറത്തുർ റൂമിലെ 56-ാമത്തെ ആയത്ത്. യൗമുൽ ഖിയാമ നമുക്കറിയാലോ, സൂറത്തു നിസായിൽ 87-ാമത്തെ ആയത്തിൽ അള്ളാഹു യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ യൗമുൽ ആഖിർ സൂറത്തുൽ ബഖറ 177-ാമത്തെ ആയത്ത്. യൗമുൽ ആസിഫ അത് സൂറത്തു ഗാഫിർ 18-ാമത്തെ ആയത്തിൽ, സൂറത്തു ഗാഫിർ 18-ാമത്തെ ആയത്തിൽ. യൗമുൽ ബഅസ് സൂറത്തു റൂമിലെ 56-ാമത്തെ ആയത്തിൽ. അതുപോലെ യൗമുൽ തലാഖ്, പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം അല്ലേ? അന്ന് മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. യൗമുൽ തലാഖ് എന്ന പേരിൽ സൂറത്തു ഗാഫിറിലെ 15-ാമത്തെ ആയത്ത്, ഗാഫിറിലെ 15-ാമത്തെ ആയത്തിൽ. അതേപോലെ മറ്റൊരു പേരാണ് യൗമുൽ തനാദ്. തനാദ് എന്ന് പറഞ്ഞാല് നിലവിളിക്കണ ദിവസം, ഒരു നിലവിളിക്കുക, അട്ടഹസിക്കുക, വിളിച്ച് കേഴുന്ന ദിവസം, യൗമുൽ തനാദ്. അത് ഗാഫിറിലെ 32-ാമത്തെ ആയത്തിൽ, സൂറത്തു ഗാഫിറിലെ 32-ാമത്തെ ആയത്തിൽ. അതേപോലെ യൗമുൽ ജംഅ്, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം, സൂറത്തു ഷൂറ. ഷൂറയുണ്ട്, ഷുഅറാ ഉണ്ട്. നമ്മളിപ്പോ പറയുന്നത് ഷൂറ, സൂറത്തു ഷൂറ, കൂടിയാലോചന എന്നർത്ഥം വരുന്ന സൂറത്ത്, അതിന്റെ 7-ാമത്തെ ആയത്തിൽ. അതേപോലെ അൽ ഹാഖ, എന്താണ് ഹാഖന്റെ അർത്ഥം? ആ യാഥാർത്ഥ്യമായ ആ സംഭവം. വമാ അദ്റാക മൽ ഹാഖ, എന്താണ് ആ യാഥാർത്ഥ്യ സംഭവം? ഇപ്പൊ ഖിയാമത്തിനെ കുറിച്ച് അള്ളാഹു പറയാണ് അൽ ഖാരിഅ, മുട്ടി അലക്കുന്ന ആ സൗണ്ട് ഉണ്ടാകുന്ന ദിവസം. യൗമുൽ ഹസ്ര, ഖേദത്തിന്റെ ദുഃഖത്തിന്റെ ദിവസം. എല്ലാരും അന്ന് ഖേദിക്കും അല്ലേ? നന്മ ചെയ്തവരും കുറച്ചുകൂടെ ചെയ്താൽ മതിയെന്ന് അവർ ആഗ്രഹിക്കുന്ന സമയമാണ്. തിന്മ ചെയ്തവർ ആ ചെയ്തു പോയതിന്റെ പേരിൽ ഖേദിക്കപ്പെടുന്ന ദിവസമാണ്. അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിങ്ങളും കണ്ടുപിടിച്ച് വരണം. ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ പറഞ്ഞ അല്ലാത്ത പേരുകൾ എന്ത് ചെയ്യാം, 5-ലേറെ പേരുകൾ പറഞ്ഞു, നിങ്ങളും കണ്ടുപിടിക്കുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോ അടുത്ത ക്ലാസ് വരുമ്പോ എന്ത് ചെയ്യാ, കണ്ടുപിടിക്കുക. അപ്പോ അള്ളാഹു പറയാ ഇന്ന സൽസലത്തസ്സാഅത്തി ഷൈഉൻ അദീം. ഷൈഉൻ അദീം എന്ന് പറഞ്ഞാല് ഒരു വല്ലാത്തൊരു സംഭവം അല്ലെ, വമ്പിച്ചൊരു കാര്യം ആണ്. ഇനി അതിന്റെ ഭയാനകത അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. ആ ഷൈഉൻ അദീമിനെ അള്ളാഹു ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. യൗമ തറൗനഹ, യൗമ തറൗനഹ, നിങ്ങൾ അത് കാണുന്ന ദിവസം, ആ അന്ത്യനാളിൽ നിങ്ങൾ നേരിൽ കാണുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം തസ്ഹലു, സഹല യദ്ഹലു എന്ന് പറഞ്ഞാല് അശ്രദ്ധയിലാവും, അശ്രദ്ധയിലാകും. ആളൊക്കെ അങ്ങോട്ട് നമ്മുടെയൊക്കെ സ്വബോധം നഷ്ടപ്പെടും. ഒരു വല്ലാത്ത അശ്രദ്ധയിലേക്ക് മനുഷ്യരൊക്കെ പോകും. അപ്പൊ അശ്രദ്ധ എന്ന് പറയുമ്പോ നമ്മളൊക്കെ അനുഭവിക്കുന്ന അശ്രദ്ധയാണോ? അല്ല, അതിന്റെ അങ്ങേയറ്റം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ഭാഗത്തൂടെ പറയണത്. എന്താണ്? തസ്ഹലു
കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്. കുല്ലു മുർദിഅത്തിൻ, എല്ലാ മുല കൊടുക്കുന്ന സ്ത്രീകളും, മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക്, തന്റെ പിഞ്ചു പൈതലിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ, കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം എത്ര ജാഗ്രതയിലായിരിക്കും ഒരു ഉമ്മ ആ ഉമ്മ മകനെ അല്ലെങ്കിൽ മകളെ, തന്റെ കുഞ്ഞിനെ പാല് കൊടുക്കുക, എത്ര ശ്രദ്ധയിലായിരിക്കും അല്ലേ? അപ്പോ ആ ഒരു വല്ലാത്ത സന്ദർഭത്തിൽ ഒരിക്കലും അശ്രദ്ധയിലാകാൻ ഒരു സാധ്യതയില്ലാത്തൊരു വല്ലാത്ത സമയമാണത്. ആ സമയത്ത് ആ കൊടുക്കുന്ന കുഞ്ഞിനെ പറ്റി ഒന്നും യാതൊരു ചിന്തയില്ലാതെ അശ്രദ്ധയിലായി പോകുന്ന, അല്ലെ, പാല് കൊടുത്തോണ്ടിരിക്കാണ് ആ കുഞ്ഞിനെ പറ്റി, പിന്നെ ഈ ഖിയാമത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിനെ കുറിച്ച് ചിന്തിക്കൂല, കുട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂല, അത്ര അതിനെക്കുറിച്ചൊക്കെ അശ്രദ്ധയിലായി പോകുന്ന ഒരു വല്ലാത്ത ദിവസം. എന്നിട്ട് ആയത്തിന്റെ ബാക്കി ഭാഗം നോക്കി, എല്ലാ ഗർഭമുള്ള സ്ത്രീകളാകട്ടെ ഗർഭമുള്ള എന്തൊക്കെയാകട്ടെ അതെല്ലാം പ്രസവിച്ചു പോവും. സമയമാകണതിന് മുമ്പ് തന്നെ എല്ലാവരും പ്രസവിച്ചു പോവും. അതിന്റെ ആ ഒരു ഭയാനകത. എല്ലാ ഗർഭവതികളും, ഗർഭമുള്ള എല്ലാതും എന്താവും, അതൊക്കെ അതിന്റെ സമയമാകുന്നതിന് മുമ്പേ ആ ഖിയാമത്ത് സംഭവിക്കുമ്പോൾ അതിന്റെ ഭയാനകതയിൽ അതുകൊണ്ട് പ്രസവിച്ചു പോകും. സുക്കാറ, ജനങ്ങളെയൊക്കെ നിനക്ക് ലഹരി ബാധിച്ച് മത്ത് ബാധിച്ചവരായി നിനക്ക് ആ സമയത്ത് കാണാം. വമാഹും ബിസുക്കാറ, പക്ഷെ അവര് യഥാർത്ഥത്തിൽ ഏതെങ്കിലും മദ്യമൊക്കെ ഉപയോഗിച്ചിട്ട് മത്ത് പിടിച്ചവരാണോ? അല്ല. വലാകിന്ന അദാബ് അല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ്. അതിന്റെ ആ ഒരു ആധിക്യത്താൽ, ആ ഖിയാമത്തിന്റെ ഭയാനകതയാൽ മനുഷ്യർക്ക് സംഭവിക്കുന്ന അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലേ? ഒരു ഉമ്മ മുല കൊടുക്കുന്ന ഉമ്മ ആ കുട്ടിയെ, മുലയൂട്ടപ്പെടുന്ന ആ കുട്ടിയെ കുറിച്ച് യാതൊരു ശ്രദ്ധയില്ലാത്തൊരവസ്ഥ. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം ഒരു ഗൗരവപ്പെട്ട ഒരു അവസ്ഥയാണത്. അതുപോലെ പ്രസവിച്ചു പോവും, അറിയാതെ പ്രസവിച്ചു പോവും. അല്ലെ, പ്രസവത്തിനൊക്കെ എത്രമാത്രം വേദനയാണ് ഒരു സ്ത്രീ സഹിക്കേണ്ടത്. ആ ഒരു ഭയങ്കരമായ ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ ഭയാനകതയാൽ അവരറിയാതെ പ്രസവിച്ചു പോകുന്നൊരവസ്ഥ. അതേപോലെ ജനങ്ങളൊക്കെ ഒരു മത്ത് പിടിച്ച ആളുകളെ പോലെ ഇങ്ങനെ അശ്രദ്ധയിലായി പോകുന്നൊരവസ്ഥ. സഹോദരങ്ങളെ, വല്ലാത്തൊരവസ്ഥയാണ്. വിശുദ്ധ ഖുർആനിലും തിരു സുന്നത്തിലും അതിന്റെ ധാരാളം ആ ഒരു പരലോക നാളിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അല്ലേ? കാഹളത്തിൽ ഊതപ്പെടുമ്പോ അവിടുന്ന് എല്ലാ ആകാശഭൂമികളിലുള്ള സകല ജന്തുജാലങ്ങളും എന്താവും? അവരൊക്കെ അപ്പോൾ അവിടെ വീഴും, എല്ലാരും മരണമടഞ്ഞു വീഴും. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, രണ്ടാമത് ഒന്നുകൂടെ ഊതും, അപ്പോൾ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കൈഫ അൻഅം, എങ്ങനെ എനിക്ക് ആസ്വദിക്കാൻ സാധിക്കും ഈ ദുനിയാവിലെ വിഭവങ്ങളും ഈ ദുനിയാവിലെ അവസ്ഥകളൊക്കെ. വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനി അൽ ഖർന, കാഹളത്തിൽ ഊതപ്പെടുന്ന മലക്ക് ആ ഊതുന്ന കൊമ്പ് ഒരു കൊമ്പാണ്, കർനാണ്. അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ സൂർ എന്ന കാഹളത്തിൽ ഊതുക. ആ കൊമ്പ് എന്ത് ചെയ്തു? മലക്ക് വായിലേക്ക് വെച്ചിട്ടുണ്ട്. വഹനാ ജബ്ഹതഹു, നെറ്റി ചുളിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയും കാത്ത് ചെവി കാത് കൂർപ്പിച്ചിരിക്കുകയാണ് മലക്ക്. ആ ഒരു അവസ്ഥയാണ്. ഏത് സമയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കണത്, ആ സമയം അത് ഊതുക തന്നെ ചെയ്യും. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിളൂൻ, അവരാകട്ടെ അശ്രദ്ധയിലാണ്.
അവർ അശ്രദ്ധയിലാണ്. തൊട്ട് മുമ്പത്തെ സൂറത്ത് 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ്, 21-ാം അധ്യായം സൂറത്ത് അംബിയയിലെ ആദ്യത്തെ ആയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പോ നമ്മുടെ ഖിയാമത്ത് അടുത്തിരിക്കുന്നു. ഏത് സമയവും അത് വലിയ വിദൂരത്തല്ല, അത് അടുത്ത് തന്നെയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ സഹാബത്ത് ചോദിക്കാണ്, റസൂലെ ഫകൈഫ നഖൂലു യാ റസൂലല്ലാഹ്, റസൂലെ എന്താ നമ്മളിപ്പോ പറയാ? ഈ ഒരു റസൂല പറഞ്ഞല്ലോ, മലക്ക് ആ കാഹളത്തിൽ ഊതുന്ന ആ കുഴല് വായിൽ വെച്ചിരിക്കാണ്, ആ അള്ളാഹുവിന്റെ കൽപ്പനയും കാത്തിരിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, നിങ്ങൾ പറഞ്ഞുകൊള്ളുക, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ തവക്കൽനാ അലല്ലാഹ് റബ്ബിനാ, നമുക്ക് അള്ളാഹു മതി, ബലമേൽപ്പിക്കാൻ അവൻ എത്രയോ നല്ലവൻ. നമ്മൾ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു, നമ്മുടെ റബ്ബായ അള്ളാഹുവിൽ ഞങ്ങൾ ബലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാണ്. ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചില്ലേ ആ ഖിയാമത്തിന്റെ ഭയാനകത, തുഹ്ശറൂന ഹുഫാതൻ ഉറാതൻ ഗുർല, എല്ലാവരും ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി, നഗ്നപാതരായി, നഗ്നരായി കൊണ്ടാണ് നാളെ പരലോകത്ത് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. അപ്പോ ആയിഷ ബീവി ചോദിക്കാണ്, യാ റസൂലല്ലാഹ് അർരിജാലു വന്നിസാ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, ആണുങ്ങളും പെണ്ണുങ്ങളും വസ്ത്രമൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കൂലേ? ആയിഷ ബീവിക്ക് റസൂൽ പറഞ്ഞു കൊടുക്കണം, അൽ അംറു അശദ്ദു മിൻ അയ്യഹിമ്മഹും ദാലിക്, ആർക്കും മറ്റുള്ളവരുടെ ഔറത്തിലേക്ക് നോക്കാൻ പോലും തോന്നാത്ത അവസ്ഥയിൽ, അവരെ വല്ലാത്തൊരു അവസ്ഥയിലാണ്, അത്രയേറെ കഠിനമായ ഒരു അവസ്ഥയായിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാവുക. ആർക്കും മറ്റുള്ള ഔറത്തിലേക്ക് പോലും നോക്കുക പോലും, ആരും ചിന്തിക്കുക പോലും ചെയ്യില്ല. അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയായിരിക്കും ആ ഒരു സമയം. ആ സമയം മുഅ്മിനീങ്ങളായ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിച്ചവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? നിർഭയത്വം കൊടുക്കും ആ ഒരു സമയത്ത്. ഖുർആനിന്റെ ആളുകളെ, ഖുർആനാണ് ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ സ്വീകരിക്കും. ഖുർആൻ ഇങ്ങനെ സ്വീകരിക്കും, ആനയിക്കും അവരെ, അവരെയും കൊണ്ട് പോകും മഹ്ശറിലേക്ക്. അതൊക്കെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച ആളുകൾക്കും അല്ലെ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ, വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവരാണ്, അവർക്കാണ് നിർഭയത്വം ഉള്ളത്. അതിന്റെ വിശദീകരണത്തിൽ കാണാം, ദുനിയാവിലും ആഖിറത്തിലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴൊക്കെ അവർ നിർഭയത്വത്തിലായിരിക്കും. അപ്പോ ഈ രൂപത്തിലുള്ള നിർഭയത്വം സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു പ്രാർത്ഥന അല്ലെ, നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന അത് തന്നെയാണ്. നമുക്കൊക്കെ ഉറങ്ങാൻ നേരത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവാ ഇലാ ഫിറാശിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരിപ്പിലേക്ക് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ, വിരിപ്പിലേക്ക് കിടന്നു കഴിഞ്ഞാൽ, വളഅ യദഹുൽ യുംന തഹ്ത ഖദ്ദിഹി, തന്റെ വലത് കൈ കവിൾത്തടത്തിൽ വെച്ച് കിടക്കും, ചെരിഞ്ഞു കിടക്കും. എന്നിട്ട് പറയും, റബ്ബി ഖിനി അദാബക് അല്ലാഹുമ്മ ഖിനി അദാബക് യൗമ തുബഅസു ഇബാദക്, അല്ലാഹുവേ ഖിനി അദാബക്, നിന്റെ അദാബിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അല്ലേ, യൗമ തുബഅസു ഇബാദക്, നിന്റെ അടിമകളെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന, വിചാരണക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസത്തിൽ നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണമേ എന്ന് 3 തവണ പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുക? കിടക്കുക എന്ന് 3 തവണ പ്രാർത്ഥിച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് ഉറങ്ങാറുള്ളത് എന്നാണ്. അപ്പൊ നമ്മൾ ഇന്നു മുതൽ ഖിയാമത്തിന്റെ ഭയാനകത നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവിടെ നിർഭയത്വം ലഭിക്കപ്പെടുന്ന ആളുകൾ മുഅ്മിനീങ്ങളായ ആളുകളാണ്. അതുപോലെ ഖുർആനിന്റെ ആളുകൾക്ക് നിർഭയത്വം ലഭിക്കപ്പെടും. അതൊക്കെ ഉണ്ട്. അതിന് ആ ദുആ ആണ് ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കണ്ടത് അല്ലെ, അല്ലാഹുമ്മ ഖിനി അദാബക് യൗമ തുബഅസു ഇബാദക്, അല്ലാഹുവേ വിചാരണ നാളിൽ നിന്റെ അടിമകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അന്ന് നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥന. ഇത് എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ കിടക്കയിലേക്ക് കിടന്ന് വലത് കവിള് വലത് കൈ കവിൾത്തടത്തിൽ വെച്ചിട്ട് കിടന്നിട്ട് എന്ത് ചെയ്യണം? 3 തവണ അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പഠിക്കണം.
തബഅസു ആണോ തുബഅസു ആണോ? യൗമ തബഅസു 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 ഇബാദക. തുബഅസു എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നർത്ഥമായി. തബഅസു അല്ലാഹുവെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നർത്ഥമായി. അത് തെറ്റല്ല. കാരണം അർത്ഥം ശരിയാണ്. അല്ലാഹുമ്മ ഖിനി അദാബക, അല്ലാഹുവേ നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷിക്കണേ. വഖീന എന്നൊക്കെ പറയലില്ലേ, അതാണ് ഖിനി, എന്നെ രക്ഷിക്കണേ. വഖീന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എല്ലാവരും രക്ഷിക്കണേ എന്നർത്ഥമായി. നമ്മൾ കേൾക്കാറുള്ള പ്രാർത്ഥനയല്ലേ ഖിനി അദാബ്. യൗമ ഒരു ദിവസത്തെ, തബ്അസു നീ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, ഇബാദക നിന്റെ അടിമകളെ. അതാണ്. ഇനി തുബഅസു എന്നാക്കിയാലോ, തുബഅസു എന്ന് പറഞ്ഞാൽ തുബഅസു ഇബാദുക എന്നാവും. തുബഅസു ഇബാദുക, ഇബാദ എന്ന് മാറിയിട്ട് ഇബാദു എന്നാവും. തുബഅസുവിന്റെ അർത്ഥം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഇബാദുക നിന്റെ അടിമകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ഒരു ദിവസത്തിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ. രണ്ടായാലും അർത്ഥവ്യത്യാസമൊന്നുമില്ല, ഹർക്കത്ത് മാറിയാൽ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. തബഅസു എന്നാണെങ്കിൽ ഇബാദക്ക എന്ന് പറയണം, തുബഅസു എന്നാണെങ്കിൽ ഇബാദുക എന്ന് പറയണം. ക്ലിയർ ആണല്ലോ? നമ്മളിപ്പോ ഈ എഴുതിയ രൂപത്തിൽ പഠിച്ചാലും മതി. അപ്പൊ അത് ആ ഒരു രൂപം നമ്മൾ ഹിഫ്ലാക്കി വെച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള 2 ആയത്തുകൾ. അതിനൊരു ചെറിയൊരു വിശദീകരണം, അധികം സമയം കൂടിപ്പോയെന്ന് തോന്നുന്നു, ചെറിയ രൂപത്തിൽ വിശദീകരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി അള്ളാഹുവിന്റെ കലാമിലേക്ക് അടുത്ത് ഇറങ്ങി പഠിക്കാനും അതുപോലെ അതിലെ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയതുകൊണ്ട് പറയാണ്. നമ്മുടെയൊക്കെ ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു കൊണ്ടുപിടിച്ച അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യവുമായി കൊണ്ട് നമ്മുടെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അടുത്ത് വന്ന ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് SIR തീവ്ര അത് ആ ഒരു പരിശോധന എന്താണ് നമ്മുടെ 2002 കഴിഞ്ഞ് നടന്നതാണ്. അതിന്റെ ഒരു അടുത്തൊരു സ്റ്റെപ്പ്, അടുത്തൊരു ഘട്ടം ഉണ്ടോ ഇപ്പോ നടക്കാനിരിക്കുകയാണ്, നമ്മുടെ കേരളത്തിൽ വരികയാണല്ലോ. അപ്പോ വോട്ടർ ലിസ്റ്റിൽ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ഒരു പ്രധാന ആയുധമാണ് എന്ത്, വോട്ടവകാശം എന്നുള്ളത്. ഒരു വേള നമ്മുടെ പൗരത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ നമ്മുടെയൊക്കെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെയൊക്കെ പേരുണ്ടോ എന്ന് നമ്മളൊക്കെ ഉറപ്പുവരുത്തണം. ആ ഉറപ്പുവരുത്താൻ നമ്മുടെ സർക്കാർ തന്നെ ഇറക്കിയ അവരുടെ പട്ടികയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. അപ്പൊ നമ്മൾ പരിശോധിക്കണം നമ്മുടെയൊക്കെ പേരുണ്ടോ, നമ്മുടെ മാതാപിതാക്കളുടെ പേരുണ്ടോ എന്നൊക്കെ ഉള്ളത്. കാരണം ആസാമിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഇങ്ങനെയൊക്കെ നടപ്പാക്കിയിട്ട് കുറെ ആളുകൾ അതിന്റെയൊക്കെ പേരിൽ വോട്ടവകാശം തടയപ്പെടുകയും അവരൊക്കെ പൗരന്മാരല്ല എന്ന രൂപത്തിലേക്കൊക്കെ വിധിക്കപ്പെടുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരാള് ഈ രൂപത്തിൽ ഇരയാക്കപ്പെടുന്നത് നമുക്കൊന്നും സഹിക്കാൻ കഴിയില്ല. അപ്പോ ആ ഒരവസ്ഥ വരുന്നതിന് മുമ്പ് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ജാഗ്രത നമ്മൾ സ്വീകരിക്കുക. അതുപോലെ പ്രവാസികളായ ആളുകൾ അവരെയൊക്കെ ആ വോട്ടർ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതിന്റെ ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അത് പരിശോധിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള നിർഭയത്വം ദുനിയാവിലും ആഖിറത്തിലും നാളെ പരലോകത്തും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലും അവിടെ നിന്ന് അങ്ങോട്ട് മഹ്ശറിലും വിചാരണ ആ സമയത്തും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. لا إله إلا أنت أستغفرك وأتوب إليك. സുബ്ഹാനല്ലാഹി വബിഹംദിഹി.